തുടരുന്നു. തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കാണാതായ 2.5 വയസ്സുകാരിയെ കണ്ടെത്തി 3 ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. അതിനിടെ യഥാർത്ഥ രക്ഷിതാക്കളാണോ ഒപ്പമുള്ളതെന്നറിയാൻ DNA പരിശോധന നടത്തുകയാണ് പോലീസ്. ഇതിനായി കുട്ടിയിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ ഫോറൻസിക് ലാബിന് കൈമാറി. ഫോറൻസിക് ലാബിൽ നിന്നും എത്രയും വേഗം റിപ്പോർട്ട് കിട്ടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടിയുടെ രക്തസാമ്പിളും ശേഖരിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്നതാണോ എന്നതും അന്വേഷണ പരിധിയിലുണ്ട്. BV വിനോദ് ചേർന്നു വിശദാംശങ്ങളുമായി. വിനോദ്, കഴിഞ്ഞ 3 ദിവസമായി പോലീസ് പ്രതികൾക്ക് പിന്നാലെയാണ്. CCTVകൾ പരിശോധിച്ചു, യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല. അതിനിടെ ഇപ്പോൾ ഈ കുഞ്ഞിനൊപ്പമുള്ളത് യഥാർത്ഥ രക്ഷിതാക്കളാണോ മാതാപിതാക്കൾ തന്നെയാണോ എന്നറിയാനുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങാനുള്ള കാരണം എന്താണ് വിനോദ്? ടോം, ഈ നാടോടി സംഘം അത് ഇവർ മാത്രമല്ല, നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി ഇങ്ങനെ നാടോടി സംഘങ്ങൾ തമ്പടിച്ച് കഴിയുന്നുണ്ട്. ഇവർ കൂട്ടമായി എത്തുകയും പിന്നീട് പല സ്ഥലങ്ങളിലേക്ക് മാറുകയുമാണ്. അവരവർ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം അനുസരിച്ച് പല സ്ഥലങ്ങളിലായി തമ്പടിക്കുന്നതാണ് ഇവരുടെ ഒരു രീതി. അത് ഒരു നാട്ടിൽ നിന്ന് എത്തിയ ആളുകളുണ്ട്, പല നാടുകളിൽ നിന്ന് വന്നവരുണ്ട്. ഇവർ വരുമ്പോഴും പോകുമ്പോഴും സംഘമായി എത്തുകയും പിന്നീട് കേരളത്തിലോ അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തിലാണോ അവർ എത്തുന്നത് അവിടെ പിന്നീട് പല പല സ്ഥലങ്ങളിലായി ഇവർ തമ്പടിക്കുന്നതുമാണ് ഇവരുടെ രീതി. ഈ കുഞ്ഞിനെ കാണാതായി വലിയ തിരച്ചിൽ നടന്നു. രാവിലെ പോലീസ് പരിശോധന നടത്തിയ സ്ഥലത്ത് കുട്ടി ഉണ്ടായിരുന്നില്ല. ഇതേ സ്ഥലത്താണ് വൈകുന്നേരം കുട്ടിയെ കണ്ടെത്തുന്നത്. അതായത് രാവിലെ നടത്തിയ പോലീസ് സംഘം പരിശോധന നടത്തുമ്പോൾ കാണാത്ത സ്ഥലത്ത് വൈകുന്നേരത്തോടുകൂടി കുഞ്ഞിനെ കണ്ടെത്തുന്നു. അതായത് ആരോ അവിടെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്നതിന് കൂടുതൽ ബലം പകരുന്ന തരത്തിൽ തന്നെയാണ് ഈ സാഹചര്യത്തെ കണക്കാക്കേണ്ടത്. പക്ഷെ ആര് അവിടെ ഉപേക്ഷിച്ചു എന്നതിൽ വ്യക്തതയില്ല. മാത്രവുമല്ല, ഈ ദമ്പതികളുടെ കുഞ്ഞാണോ ഈ കുട്ടി 2.5 വയസ്സുകാരി എന്ന സംശയവും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള പരിശോധനാ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. മാത്രവുമല്ല, ഇങ്ങനെ സംശയമുള്ള കാര്യങ്ങളിൽ DNA പരിശോധന നടത്തിയാണ് കുഞ്ഞിനെ കൈമാറുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കറിയാം, നേരത്തെ ദത്തുവിവാദമൊക്കെ ഉണ്ടായപ്പോഴും ഈ തരത്തിലുള്ള പരിശോധനയും അങ്ങനെയുള്ള നടപടികളും ഉണ്ടായിരുന്നു. ഇങ്ങനെ വലിയ വിവാദമാകുന്ന കാര്യങ്ങളിൽ ഈ തരത്തിലുള്ള പരിശോധനകൾ കൃത്യമായി നടത്തും. അത് നിയമത്തിന്റെ ഭാഗം കൂടിയാണ്. അങ്ങനെ സംശയമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരല്ല, മലയാളികളല്ല, മറ്റൊരു നാട്ടിൽ നിന്ന് വന്നതാണ് അവരുടെ കുഞ്ഞ് എന്ന് അവർ അവകാശപ്പെടുമ്പോഴും അവർക്ക് കുഞ്ഞിനെ ഇനി കൈമാറുമ്പോൾ ആ നിലയ്ക്കുള്ള പരിശോധനകൾ പൂർത്തിയാക്കേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കളുടെ ഈ രക്തം പരിശോധിക്കുന്ന അതടക്കമുള്ള DNA പരിശോധന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്. അതേസമയം പോലീസിനെ സംബന്ധിച്ച് ഇത്തരം പരിശോധനകളുമായി മുന്നോട്ട് പോകുമ്പോഴും ഈ കുഞ്ഞ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു, ദീർഘനാളായി ഉണ്ടായിരുന്നു, ഇവരുടെ മറ്റ് ബന്ധുക്കളെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും എങ്ങനെ കുഞ്ഞ് അവിടെ എത്തി എന്നതിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം നേടാനായിട്ടില്ല. കുഞ്ഞിന്റെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അതിന് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. ഇനിയുള്ള ദിവസങ്ങളിലും ഈ കുഞ്ഞിന്റെ മൊഴിയെടുക്കാൻ, കുഞ്ഞ് 2.5 വയസ്സുള്ള കുഞ്ഞാണ്, അതുകൊണ്ട് തന്നെ എത്രമാത്രം വിവരങ്ങൾ ലഭിക്കും എന്നതിൽ കാര്യമായ വ്യക്തതയൊന്നുമില്ല. എങ്കിലും ദ്വിഭാഷിയുടെ സഹായത്തോടുകൂടി കുഞ്ഞിൽ നിന്ന് ചില വിവരങ്ങളെങ്കിലും നേടാൻ കഴിയുമോ എന്ന ഒരു കാര്യമാണ് പോലീസ് ശ്രമിക്കുന്നത്. അതേസമയം ഒരു വശത്ത് ആരോപണം ഗുരുതരമായി ഉയരുന്നുണ്ട്. അതായത് ഇതൊരു തട്ടിക്കൊണ്ടുപോകൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രകാരം നടന്നതാണ്. മറ്റു ചില വാർത്തകൾ മറയ്ക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ആസൂത്രിതമായി ഈ തട്ടിക്കൊണ്ടുപോകൽ നാടകം നടത്തി. അതിനുശേഷം കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചു. ഒരു CCTVയിലും കുഞ്ഞിനെ കൊണ്ടുപോയതിന്റെ ദൃശ്യങ്ങളില്ല. കുഞ്ഞ് തനിയെ പോകാനുള്ള സാധ്യത അത് നാട്ടുകാരടക്കം തള്ളിക്കളയുകയാണ്. അതായത് വിനോദ്, ഈ കുടുംബം തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു കഥയാണ് ഈ തട്ടിക്കൊണ്ടുപോകലെന്നാണോ ഈ പോലീസ് സംശയിക്കുന്നത്? അങ്ങനെ ഒരു സംശയിക്കാനുള്ള കാരണം എന്താണ്? കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ കുഞ്ഞിനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ ആശുപത്രിക്ക് മുന്നിൽ ഈ രക്ഷിതാക്കൾ അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. അതാണോ ഈ പോലീസിന് ഇവർ തന്നെയാണ് യഥാർത്ഥ രക്ഷിതാക്കൾ, ഇവർ തന്നെയാണോ എന്നൊരു സംശയത്തിലേക്ക് പോലീസ് അങ്ങനെ സംശയം തോന്നാനുള്ള കാരണം ഈ മാതാപിതാക്കളുടെ, രക്ഷിതാക്കൾ എന്ന് പറയുന്നവരുടെ സ്വഭാവത്തിലടക്കം, അവരുടെ പെരുമാറ്റത്തിലടക്കം ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അസ്വാഭാവികതയാണോ? ടോം, ഇതിൽ തട്ടിക്കൊണ്ടുപോകൽ നാടകം അത് കുടുംബത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ ആരോപണമായും ഉയർന്നു വരുന്നുണ്ട്. അത് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ഒരു പ്രചരണം എന്ന നിലയ്ക്കൊക്കെയും അങ്ങനെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒരു വശത്ത് ഉയരുന്നു. ഈ കുടുംബവുമായി, ഈ കുട്ടിയുടെ കുടുംബവും മാതാപിതാക്കളുമായി ഏതെങ്കിലും തരത്തിൽ ശത്രുത ഉണ്ടായിരുന്ന ആളുകളുണ്ടോ
അതല്ല ഈ കുഞ്ഞിനെ വളർത്തുന്നതിന് വേണ്ടി മറ്റാരെങ്കിലും എടുത്തുകൊണ്ടുപോയതാണോ തുടങ്ങി ഒട്ടനവധി സംശയങ്ങളും ചോദ്യങ്ങളും ബാക്കിയാവുന്നുണ്ട്. പോലീസ് പറഞ്ഞ കാര്യം ഈ രാത്രികാലങ്ങളിൽ ഇവർ മദ്യപിക്കുന്ന വിവരം അത് നാട്ടുകാർ തന്നെ നൽകിയ വിവരമാണ്. മദ്യപിക്കുമായിരുന്നു, പലപ്പോഴും ബഹളമുണ്ടാകുമായിരുന്നു. മാത്രവുമല്ല ഈ പ്രാദേശികമായുള്ള ചില ആളുകൾ അവർ കൂടി ഇവർക്കൊപ്പം എത്തി മദ്യപിക്കുന്ന രീതി ഉണ്ടായിരുന്നു എന്ന ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നുണ്ട്. എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നാണ് DCP ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ പ്രതികരണമായി നൽകിയിരുന്നത്. പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്, ശാസ്ത്രീയ പരിശോധനകൾ. ഇപ്പോൾ DCP പറഞ്ഞതിനപ്പുറത്തേക്ക് കൃത്യമായി CWCയുടെ സംരക്ഷണയിലാണ് കുഞ്ഞുള്ളത്. ആ കുഞ്ഞിന്റെ സംരക്ഷണം, അതിന്റെ പരിശോധനകൾ ഒരു വശത്ത്, അതോടൊപ്പം തന്നെ കുഞ്ഞിനെ വിട്ടു നൽകണമെങ്കിൽ പൂർത്തിയാകേണ്ട നിയമ നടപടികൾ അത് ഒരു വശത്തുണ്ട്. ഇതെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് മാത്രമേ കുഞ്ഞിനെ നൽകുന്ന ഒരു നിലയിലേക്ക് പോകാൻ കഴിയൂ. അത് നിയമപ്രശ്നമാണ്. മറ്റൊന്ന്, ടോം ചോദിച്ചതുപോലെ കുഞ്ഞിനെ വിട്ടുകിട്ടുന്ന കാര്യത്തിൽ അതിൽ നേരത്തെ വന്ന ഒരു ആക്ഷേപം കുഞ്ഞിനെ മാതാപിതാക്കളെ കാണിക്കുന്നില്ല എന്നതാണ്. അങ്ങനെയല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലായത് കുഞ്ഞിനെ അമ്മയും അച്ഛനെയും ഒക്കെ കാണിക്കുന്നുണ്ട്. അമ്മയ്ക്ക് കുഞ്ഞിനെ കാണുന്നതിന് എന്തെങ്കിലും തടസ്സമില്ല. ആ നിലയ്ക്ക് ഉള്ള വിവാദങ്ങൾ അത് വ്യാജമാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. കുഞ്ഞിനെ വിട്ടുകൊടുക്കുന്നതിന് കൃത്യമായി നിയമ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് പൂർത്തിയായാൽ മാത്രമേ കുഞ്ഞിനെ രക്ഷിതാക്കൾക്ക് നൽകാൻ കഴിയൂ. അതിൽ ആദ്യത്തെ പടിയാണ് ഈ DNA പരിശോധന എന്നത്. ദമ്പതികളുടെ കുഞ്ഞാണോ ഈ കുട്ടി എന്നത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ ഇങ്ങനെ നാടോടികളായി വരുന്ന ആളുകൾ ഒരുപക്ഷെ അവരുടെ കുഞ്ഞാകാം, അല്ലെങ്കിൽ ഈ തട്ടിക്കൊണ്ടുപോകൽ പല സ്ഥലങ്ങളിൽ നടക്കുന്നതാകാം. ഈ തിരികെ ഈ കുഞ്ഞിനെ എടുത്തതിന് പിന്നിൽ അങ്ങനെ എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ, മറ്റൊരു നാടോടി സംഘം ആയി ഇവർക്ക് തർക്കമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ 10 ദിവസത്തോളം കുഞ്ഞിനെ ഇങ്ങനെ വെക്കുമ്പോൾ അത് മറ്റൊരു ആരോപണമാണ്. ചെറിയ കുഞ്ഞാണ്, ഓർമ്മയിലുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ പറയും. പക്ഷേ 10 ദിവസം കഴിയുമ്പോൾ കുഞ്ഞ് ഈ സംഭവങ്ങൾ മറക്കാനുള്ള ഇടയുണ്ട്. അതിനുശേഷം കുഞ്ഞിനോട് കാര്യങ്ങൾ ചോദിച്ചാൽ ഒരുപക്ഷെ കുഞ്ഞ് കാര്യങ്ങൾ മറന്നുപോകും. 10 ദിവസമൊക്കെയും കഴിയുമ്പോൾ കാര്യങ്ങൾ മറന്നുപോകാനുള്ള സാധ്യതയുണ്ട്. വിനോദ് സൂചിപ്പിച്ച പോലെ, വിനോദ് ഒരു 2 വയസ്സുള്ള കുഞ്ഞാണ്. നിലവിലത് മാതാപിതാക്കളുടെ സംരക്ഷണയിലല്ല. കുഞ്ഞ് അത്താണിയിലെ ഒരു ശിശു സംരക്ഷണ കേന്ദ്രത്തിലാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി യഥാർത്ഥ രക്ഷിതാക്കളാണെങ്കിൽ ആ കുഞ്ഞിനെ അവരിൽ നിന്ന് മാറ്റി നിർത്തുന്നത് പോലും ഒരു വലിയ ആ കുഞ്ഞിന് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ? ഇത് ഈ DNA പരിശോധനാ ഫലം ലഭിച്ച ശേഷം മാത്രമായിരിക്കുമോ ഈ കുട്ടിയെ മാതാപിതാക്കൾക്ക് തിരിച്ച് നൽകുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്ര ദിവസം ഈ ഫോറൻസിക് ലാബിലെ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ എത്ര ദിവസത്തെ ഒരു കാലതാമസം വേണ്ടി വരും? ടോം ആദ്യം പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ കുഞ്ഞിനെ മാറ്റി നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണം, അതിന്റെ നമ്മൾ ഒരു കൃത്യമായ കാര്യം പറഞ്ഞു. നിയമവശമുണ്ട്. DNA പരിശോധന നടത്തി മാത്രമേ കുഞ്ഞിനെ കൈമാറാൻ കഴിയൂ. പക്ഷെ അവിടെയും ഒരു സാധ്യതയുള്ളത് സർക്കാരിന്റെ തന്നെ സംരക്ഷണത്തിൽ കുഞ്ഞിനെ മാത്രം എന്നതിനപ്പുറത്തേക്ക് ഈ അമ്മയും കുഞ്ഞിനെയും മാറ്റി പാർപ്പിക്കുക, അല്ലെങ്കിൽ കുടുംബത്തിന് ഒരു ഷെൽട്ടർ നൽകുക എന്ന സാധ്യതയൊക്കെയുണ്ട്. പക്ഷേ അവിടെ അങ്ങനെയുള്ള നടപടികൾ എന്നതിനപ്പുറത്തേക്ക് പരിശോധന നടത്തി കുഞ്ഞിനെ കൈമാറുക എന്ന നിലയ്ക്കാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നിയമപരമായി ചെയ്യുന്നതിൽ നമുക്ക് തെറ്റു പറയാനും കഴിയില്ല. കാരണം മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന ആളുകളാണ്, അവരുടെ കുഞ്ഞിനെ കാണാതെ പോകുന്നു. അവർ അവകാശപ്പെട്ട മാതിരി ഈ കുഞ്ഞിനെ നൽകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണം. നമുക്കറിയാൻ കഴിഞ്ഞത് ഈ മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഒരു രേഖകളും അധികാരികൾക്ക് കൈമാറാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ഒരു വശത്തൊരു ആരോപണം വരുന്നത് ഈ ദീർഘ ദിവസങ്ങൾ കുഞ്ഞിനെ മാറ്റി നിർത്തുമ്പോൾ 2.5 വയസ്സുള്ള കുഞ്ഞാണ്, 2.5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞാണ്. ഈ നടന്ന സംഭവങ്ങൾ കുഞ്ഞ് മറക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഈ ബന്ധുക്കളോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകളോ കുഞ്ഞിൽ നിന്ന് ഈ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. എന്താണ് സംഭവിച്ചതെന്ന് കുഞ്ഞിന് പറയാനുള്ള ഒരു ഓർമ്മ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് ഒരിക്കലും പുറത്തു വരാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നതാണ്. പോലീസ് ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ മൊഴിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് കൃത്യമായ കുഞ്ഞിൽ നിന്ന് വിവരമൊന്നും ലഭിച്ചില്ല. ചെറിയ കുഞ്ഞാണ്, നമുക്കറിയാം, വളരെ ചെറിയ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. മാത്രവുമല്ല, ഇങ്ങനെ ഒരു പകൽ മുഴുവൻ അമ്മയിൽ നിന്നും കുടുംബത്തിൽ നിന്നും അച്ഛനിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നുമൊക്കെയും മാറി നിൽക്കേണ്ടി വന്നു. അത് വെറുതെ മാറി നിൽക്കേണ്ടി വന്നതല്ല. കുഞ്ഞ് എവിടെയായിരുന്നു എന്നത് ഇപ്പോഴും അജ്ഞാതമാണ്. മാത്രവുമല്ല, രാത്രി 5.5 അടി താഴ്ചയുള്ള കാട് പിടിച്ച ഓടയ്ക്കുള്ളിലാണ് കുഞ്ഞ് കിടന്നത്. സ്വാഭാവികമായും ഒരുപക്ഷെ
ആ കുഞ്ഞിനുണ്ടാകുന്ന ആ സമയത്ത് ആ കുഞ്ഞിൻ്റെ മനോനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. മരിച്ചു കിടക്കുന്നു എന്നാണ് കുഞ്ഞിനെ കണ്ടപ്പോൾ ആദ്യം തോന്നിയതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. കാരണം കുഞ്ഞ് അത്രയും കണ്ണ് വിഴിച്ചിട്ട് അബോധാവസ്ഥയിൽ ബോധം ഏറെക്കുറെ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. ടോർച്ച് കണ്ണിലടിക്കുമ്പോഴാണ് കുഞ്ഞിന് കണ്ണിന് അനക്കമുണ്ടായത്. അതിനുശേഷം ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നത് വലിയ അപകടകരമായ അവസ്ഥയിലായിരുന്നു കുഞ്ഞുണ്ടായിരുന്നതെന്നാണ്. ഏതായിരുന്നാലും ഇപ്പോൾ സംരക്ഷണയിലാണ്. ഇനി പരിശോധന നടത്തിയ ശേഷമായിരിക്കും മാതാപിതാക്കൾക്ക് നൽകുക. അവിടെയും ഈ ആരോപണം ഒരു വശത്ത് നിൽക്കുന്നുവെന്നും നമ്മൾ കാണേണ്ടതുണ്ട്. വലിയ ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ആ തരത്തിൽ കുഞ്ഞിനെ മാറ്റിയതാണ്, വാർത്ത മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടികളായിരുന്നു എന്നൊക്കെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെയും ഒരു വശത്ത് വരുന്നുണ്ട്. ഏതായിരുന്നാലും കുഞ്ഞിനെ മാതാപിതാക്കൾക്ക് ലഭിക്കാൻ ഈ പരിശോധന നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്, അതിന്റെ ഫലം വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും കുഞ്ഞിനെ കൊടുക്കുക. വ്യക്തമാണ്. ബി വിനോദാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. പോലീസ് സംശയിക്കുന്ന പോലെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിരവധി നാടോടികളെ കാണാൻ കഴിയും. അവരുടെ കയ്യിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ എത്ര അശ്രദ്ധയോടുകൂടിയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നതും പലപ്പോഴും നമ്മളൊക്കെ ശ്രദ്ധിക്കാറുള്ളതാണ്. നമ്മുടെ ഈ പൊതുവഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കൊച്ചുകുട്ടികളെ പൊരുവെയിലത്ത് അമ്മമാരുടെ കയ്യിൽ പൊരുവെയിലത്തുമായി അമ്മമാർ ഭിക്ഷാടനം നടത്തുന്ന കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. സ്വന്തം കുഞ്ഞിനെ ഈ രീതിയിൽ പൊരുവെയിലത്തൊക്കെ കൊണ്ടുപോയി നിർത്താൻ സ്വന്തം മാതാപിതാക്കൾ തയ്യാറാകുമോ എന്നതാണ് പലപ്പോഴും പലരും സംശയം ഉന്നയിക്കുന്നത്. പോലീസും ഒരുപക്ഷെ ഈ രീതിയിലായിരിക്കാം സംശയിക്കുന്നത്. നാടോടികളുടെ കൈവശമുള്ള കുഞ്ഞുങ്ങൾ, എല്ലാ നാടോടികളെ അല്ലെങ്കിൽ എല്ലാ ഇതര സംസ്ഥാനക്കാരെയും സംശയത്തിൽ നിഴലിൽ നിർത്തുകയല്ല. പക്ഷേ ഈ ഒരു സംഭവം തിരുവനന്തപുരത്ത് നിന്നും കാണാതായ 2.5 വയസ്സുകാരിയുടെ സംഭവത്തിൽ പോലീസ് ആ ഒരു രീതിയിൽ കൂടി കുഞ്ഞിൻ്റെ യഥാർത്ഥ രക്ഷിതാക്കൾ തന്നെയാണോ ഒപ്പമുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് DNA പരിശോധന നടത്തുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം.